നമസ്കാരം. ശനിയാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ലൈവ് വീഡിയോ ഒത്തിരി ലോങ് പോകുന്നു, എനിക്കറിയാം. പക്ഷേ ഒഴിവാക്കാൻ പറ്റില്ല. മാർക്കറ്റ് കണ്ടീഷൻസ് അനുകൂലമാണെങ്കിൽ പെട്ടെന്ന് ട്രേഡ് എടുത്തിട്ട് എക്സിറ്റ് ആവാനാണ് ഞാൻ ശ്രമിക്കാറ്, അല്ലെങ്കിൽ 2 ട്രേഡ്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ ലോങ് ആയി പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഏതെങ്കിലും നല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് കുറച്ച് പേർ മെസ്സേജിൽ IPO കുറിച്ച് പറയുമോയെന്ന് ചോദിച്ചത്. അപ്പം ഈ വീഡിയോ നമ്മൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഉള്ള IPOകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് വ്യക്തിയല്ല. ഈ വീഡിയോയിൽ ഞാനൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നടത്താറില്ല, ടിപ്സ് കൊടുക്കാറില്ല. ഇതൊരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് കരുതുന്നതാണ് എനിക്കിഷ്ടം. ഇതിൽ ഞാൻ എൻ്റെ സ്റ്റൈലുകളെക്കുറിച്ചും എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോടീശ്വരനാകാൻ പറ്റും എന്നൊരു പ്രോമിസൊന്നും ഞാൻ തരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ റിസ്കിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് IPOയിലേക്ക് വരാം. ഓക്കെ, വളരെയധികം IPOകൾ ഈ വീക്കിൽ വന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ് ആണോ അതോ കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല. മാർക്കറ്റ് വളരെയധികം ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇത്രയും IPOകൾ വന്നത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഓരോ IPOയുടെയും സക്സസ്സിനെ അത് ബാധിക്കും. മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് മുമ്പും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് വളരെ നല്ല പ്രതീക്ഷയോടുകൂടി വന്ന പല IPOകളും ചെറിയ രീതിയിൽ പരാജയം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച മുതൽ നമുക്കറിയാം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. കാരണം മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു ഫിയർ വരും, പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സിന് ഒരു ഫിയർ ഉള്ളിൽ വരും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ അതാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൊമെൻറ്റം. നമുക്ക് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് മാർക്കറ്റിൽ ഹൈയിൽ പോകുമ്പോൾ അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിയുള്ളൂ എന്ന്. ഓക്കെ, ഒരുപാട് ഷെയറുകളുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ തന്നെ 8-9 IPOകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഓരോന്നിനെക്കുറിച്ചും വിശദീകരിക്കുകയാണെങ്കിൽ പിന്നെയും എൻ്റെ വീഡിയോ വളരെ വലുതായി പോകും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു IPOയെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. മെയിൻ ബോർഡ് IPO ആണ്. 14,030 രൂപയേ ഉള്ളൂ. അത് ഇതുവരെ 1 ടൈം പോലും സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല. പക്ഷേ അത് ക്ലോസ് ചെയ്യുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പം ഇനിയും തീർച്ചയായിട്ടും സമയമുണ്ട്. പിന്നെ കരാറോ ഇന്ത്യ ലിമിറ്റഡ് മെയിൻ ബോർഡാണ്. 24-ാം തീയതിയാണ് അതും ക്ലോസ് ചെയ്യുന്നത്. സമയമുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. 0.09 ടൈംസേ അത് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളൂ. അടുത്തത് അതുപോലെ തന്നെ സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്. കുറച്ച് കാലമായി ഒരു ഫാർമ സെക്ടറിൽ നിന്ന് IPO വന്നിട്ടെന്ന് വിചാരിക്കുന്നു. അതും മെയിൻ ബോർഡാണ്. 14,136 38 ഷെയറിൻ്റെ ഒരു ലോട്ടാണത്. അത് ഓൾറെഡി 1.78 ടൈംസ് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സാണ്. 23-ാം തീയതിയാണ് ഇതിൻ്റെ ക്ലോസിങ്, അതായത് തിങ്കളാഴ്ച. 14,257 രൂപയാണ് അതിൻ്റെ പ്രൈസ്. 53 ഷെയറിൻ്റെ ഒരു ലോട്ടാണ്. ഓൾറെഡി അത് 6.98 ടൈംസ് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് ലിമിറ്റഡ് 23-ാം തീയതിയാണ് ക്ലോസിങ്. 13,940 34 ഷെയറിൻ്റെ ഒരു ലോട്ടാണ്. 5.31 ടൈംസ് അത് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സനാതൻ ടെക്സ്റ്റൈൽസ് 23-ാം തീയതി ക്ലോസിംഗ് ആണ്. 14,030 രൂപ 46 ഷെയറിൻ്റെ ഒരു ലോട്ടാണ്. 1.43 ടൈംസ്
1.43 ടൈംസ് അത് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കോൺകോഡാണ് മെയിൻ ബോർഡ് IPO. 23-ാം തീയതിയാണ് ക്ലോസിംഗ്. 13,965 21 ഷെയറിൻ്റെ ഒരു ലോട്ടിന് 1.24 ടൈംസ് ആണ് അത് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് മമത മെഷീനറി ലിമിറ്റഡ് IPOനെ കുറിച്ചാണ്. അത് 23-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. 14,030 രൂപയാണ്. 61 ഷെയറിൻ്റെ ഒരു ലോട്ടിന് 37.75 ടൈംസ് അത് ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് തിരിച്ചു വരാം. ന്യൂ മലയാളം സ്റ്റീൽ ലിമിറ്റഡ്. ഓക്കെ, ലുക്ക് കണ്ടിട്ട് കേരളത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. ഓൾറെഡി 5.78 ടൈംസ് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. 23-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ്. അത് മെയിൻ ബോർഡ് IPO അല്ല, അത് SME ആണ്. അതിൻ്റെ ഒരു ലോട്ട് ഷെയർ എന്ന് പറയുന്നത് 1,600 ഷെയറുകളാണ്. ഒരു ലോട്ടെന്ന് പറയുന്നത് 1,36,000 രൂപ വേണം. അപ്പോൾ നമ്മൾക്ക് മമത മെഷീനറി ലിമിറ്റഡിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാ IPOയിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അത് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരും. കൂടുതൽ ഡിമാൻഡുള്ള IPOകൾ വളരെ കുറവ് ചാൻസാണ് നമ്മൾക്ക് കിട്ടാൻ. പക്ഷേ മിക്കപ്പോഴും ലോട്ടറി മോഡലാണ് എന്ന് പറയാം. കുറേ ആൾക്കാർക്ക് കിട്ടും. അപ്രതീക്ഷിതമായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലെടുത്ത ബജാജ് ഹൗസിംഗ് കിട്ടിയിട്ടുണ്ട്. 100% ഗെയിനിങ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇറങ്ങി ആ ഒരു 100% ഗെയിനുമായിട്ട്. പിന്നെ ഓക്കെ, ഇതിനെക്കുറിച്ച് പറയാം. 61 ഷെയറിൻ്റെ ഒരു ലോട്ടാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 230, 243 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതിൻ്റെ ഇഷ്യൂ സൈസ് 179.39 ക്രോറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം 19-ാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 23-ാം തീയതി അത് ക്ലോസ് ചെയ്യും. 24-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ്. 27-ാം തീയതി ഡിസംബറിൽ അത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓൾറെഡി നമുക്ക് കാണാം ഒരു നല്ല സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. ചിലപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി 100 ടൈംസ് ആയേക്കാം. കാരണം എല്ലായിടത്തു നിന്നും വളരെയധികം ഒരു പോസിറ്റീവ് സജഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫിനാൻഷ്യൽ ട്രെൻഡ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ട്രെൻഡൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ടോട്ടൽ ഇൻകം 24-ൽ ടോട്ടൽ ഇൻകം അല്പം വർദ്ധിച്ചിട്ടുണ്ട്. പടിപടിയായിട്ട് വളരുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ടോട്ടൽ അസറ്റ്സിനെ കുറിച്ചും എല്ലാം വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഓക്കെ, അതിൻ്റെ ബോറോയിങ് ഓൾസോ ഗുഡാണ് കണ്ടിട്ട്. ഓക്കെ, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നിങ്ങൾക്ക് കാണാം. 92 പ്രീ ഇഷ്യൂവിൽ 92.4 ആണ്. പോസ്റ്റ് ഇഷ്യൂവിൽ 62.5 വരും. പബ്ലിക് പ്രീ ഇഷ്യൂവിൽ 7.6% ആണ്. പോസ്റ്റ് ഇഷ്യൂവിൽ 37.5 വരും. ഓക്കെ, സ്ട്രെങ്ത്തും റിസ്ക്കും ഏഞ്ചൽ വൺ ആപ്പ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ആസ് എ മേജർ എക്സ്പോർട്ടർ ഓഫ് ബാഗ്, പൗച്ച് മാനുഫാക്ചറിങ്. ഇടയ്ക്ക് സിഗ്നൽ കട്ടായിപ്പോയി. ഓക്കെ, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ആസ് എ മേജർ എക്സ്പോർട്ടർ ഓഫ് ബാഗ് ഓർ പൗച്ച് മാനുഫാക്ചറിങ് ആൻഡ് പാക്കേജിങ് മെഷീനറി. ഓക്കെ, അതൊരു നല്ല മാർക്കറ്റ് പൊസിഷനുണ്ട് അവർക്ക്. ബാഗും പൗച്ച് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെഷീനറിയുടെ മാനുഫാക്ചറിങ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്ട്രെങ്ത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസ് വിത്ത് കസ്റ്റമൈസേഷൻ ഫ്ലെക്സിബിലിറ്റി ടു മീറ്റ് സ്പെസിഫിക് കസ്റ്റമർ നീഡ്സ്. ഓക്കെ, അതൊക്കെ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ എത്രത്തോളം സ്വാധീനിക്കും നമുക്കറിയില്ല. ഓക്കെ, അതിൻ്റെ റിസ്ക്കുകൾ നമുക്ക് നോക്കാം. ഹെവി ഡിപ്പെൻഡൻസ് ഓൺ ഇറ്റ്സ് ടോപ്പ് 10 കസ്റ്റമേഴ്സ് പൊസസ് എ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിസ്ക്. ഓക്കെ,
കുറച്ച് മെയിനായിട്ടുള്ള ഒരു 10 കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം കസ്റ്റമേഴ്സ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നിടത്തേക്ക് ഏത് നിമിഷവും പോകും, എത്ര ലോയൽ കസ്റ്റമർ ആണെന്ന് പറഞ്ഞാലും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് ഫോർ പാക്കേജിങ് മെഷീനറി ഡ്യൂ ടു ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസ് കുഡ് ഇമ്പാക്ട് റവന്യൂ. ഓക്കെ, പാക്കേജിങ് മെഷീനറിയുടെ ഡിമാൻഡിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, മാറ്റങ്ങൾ ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ വരുമാനത്തെ ബാധിച്ചേക്കാം. ഓക്കെ, സ്ട്രെങ്ത്തും റിസ്ക്കും ഒന്നും അത്ര വലിയ ഒരു ക്ലിയർ വിഷൻ നമുക്ക് തരുന്നില്ല. ഓക്കെ, കമ്പനിയുടെ റിപ്പോർട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും നല്ലതായിരിക്കും. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും അവർ തീർച്ചയായും ഒരു IPOയിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് ഇവിടെ പറയാനുള്ളത്. അതുകൂടാതെ നമ്മൾക്ക് അതിൻ്റെ ചെറിയ ഒരു വിശകലനം ഗൂഗിളിൽ കണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ അവിടെ കണ്ടിരുന്നു. ഈ ക്വാർട്ടറിൽ അല്പം വരുമാനം കൂടുതലാണ്. ഓക്കെ, ഈ മഹാത്മാ മെഷീനറി IPO ഗുഡ് ഓർ ബാഡ് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് വന്നിരിക്കുന്നത് businessstandard.com. On the valuation front, the analysis believe the IPO is fairly priced compared to its peers. ഓക്കെ, ആ സെയിം ലെവലിലുള്ള IPOകളെ അല്ലെങ്കിൽ ആ സെയിം ലെവലിലുള്ള ഷെയറുകളെ നോക്കുമ്പോൾ ഇതിൻ്റെ IPO പ്രൈസ് ഒരു ഫെയർ ആണെന്നാണ് പറയുന്നത് അനലിസ്റ്റ്. therefore we recommend a subscribe rating for the IPO. ഓക്കെ, അപ്പം ബ്രോക്കറേജ് ഫേം ബജാജ് ബ്രോക്കിംഗ് has also recommended subscribing to the മഹാത്മാ മെഷീനറി IPO. അപ്പം ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്തോളാൻ പറയുന്നുണ്ട്. ഓക്കെ, ആരൊക്കെയാണ് അതിൻ്റെ CEO? ഓക്കെ, അപൂർവ കെയ്ൻ, ദീപക് മോഡിയാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, മാധുരി ശർമ്മ കമ്പനി. ഓക്കെ, ചിലപ്പോൾ ഇവരെല്ലാവരും ഒരു ഫാമിലി ഉള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, കാരണം മിക്കപ്പോഴും നമ്മൾ IPO എടുക്കാൻ പോകുന്നവർ ചിലർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതാണ്, ചിലർ അതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ പൈസ ഡബിൾ, ഹിന്ദിയിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു മോട്ടീവായിട്ട് ഇറങ്ങുന്നവർക്ക് ഈ ഒരു പോയിൻ്റാണ് നോക്കേണ്ടത്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് ആ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റിൽ ആളുകൾ എത്രത്തോളം അത് വാങ്ങാൻ താല്പര്യപ്പെടുന്നു, എത്രത്തോളം പ്രൈസ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു, അതിൻ്റെ ഡിമാൻഡ് മെയിനായിട്ട് അത് തന്നെയാണ് ഇത് കാണിക്കുന്നത്, ഗ്രേ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എത്രത്തോളം ഡിമാൻഡ് ആ ഷെയറിനുണ്ട്, ആ IPOയ്ക്കുണ്ട്, എത്രത്തോളം കൂടുതൽ പൈസ അവർ കൊടുക്കാൻ തയ്യാറാകും. അപ്പം ഇവിടെ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 260 രൂപ ഏകദേശം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 243 പ്രൈസ് ബാൻഡ് പറയുന്നത് 243 മുതൽ 260 വരെ ആയേക്കാം എന്നാണ് പറയുന്നത് അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ്. പക്ഷേ അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ കാണിക്കുന്നത് ഏതാണ്ട് 260 രൂപയാണ്. ഏകദേശം 100% ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാണിക്കുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം 100% കൺഫർമേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ലിസ്റ്റിംഗ് ഗെയിനി 100% കിട്ടുമെന്ന്. അത് അതിനൊരു മാനദണ്ഡമല്ല. പക്ഷേ മിക്കപ്പോഴും അതിനെ ബേസ് ചെയ്ത് ആ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാണിക്കുന്നത് സത്യമാണെന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതൊന്നും കൺഫർമേഷൻ അല്ല. കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയം എപ്പോൾ വേണമെങ്കിലും ഫ്ലക്ച്വേഷൻ വരാം. അതിൽ ചിലപ്പോൾ അത് താഴോട്ട് പോയേക്കാം. ഓക്കെ, ആ സെയിം ഇത് ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം കണ്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പം ഒരു പോസിറ്റീവ് ട്രെൻഡ് ഈ IPOയിൽ കാണുന്നുണ്ട്. വാട്ട് ഈസ് GMP പ്രൈസ് ഇൻ IPO? ഓക്കെ,
GMB പ്രൈസ്, ഗ്രേ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് കാണിക്കുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് അറ്റ് വിച്ച് ഷെയർസ് ആർ ട്രേഡഡ് ഇൻ ദ ഗ്രേ മാർക്കറ്റ് ആൻഡ് ദ ഇഷ്യൂ പ്രൈസ് സെറ്റ് ബൈ ദ കമ്പനി. ഓക്കെ, കമ്പനി സെറ്റ് ചെയ്ത പ്രൈസും മാർക്കറ്റിൽ ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസുമാണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്കത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പം ആ സിറ്റുവേഷനിൽ കേട്ടത് വെച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും അത് മേടിക്കണമെന്നൊക്കെ പല കമ്പനികളും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അത്. ഓക്കെ, അപ്പോൾ മേടിച്ചാൽ ചിലപ്പോൾ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. അപ്പം 100% കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിൽ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും കൂടി നമുക്ക് കാണാം. ഇതിനകത്തൊന്നുമില്ല, നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിൽ കാണാം. റീറ്റെയിലുണ്ട്, HNI ഉണ്ട്, എംപ്ലോയി ഉണ്ട്. ഓക്കെ, HNIയിൽ പോയാൽ അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. 1,96,420, 14 ലോട്ട് എടുക്കണം. അപ്പം അതിന് എടുത്താലേ, മിനിമം ലോട്ട് എടുത്താലേ HNIയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം 1-2 ലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. പക്ഷേ നമ്മൾ റീറ്റെയിൽ അപ്ലൈ ചെയ്യുമ്പം അത്രയ്ക്കുള്ള ചാൻസ് ഇല്ല. മിക്കപ്പോഴും പറഞ്ഞില്ലേ, ഒരു ലോട്ടറി മോഡലാണ്. കാരണം 100 ടൈംസ് അത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 100-ൽ ഒരാൾക്കേ ആ ഷെയർ കിട്ടുകയുള്ളൂ, ആ IPO കിട്ടുകയുള്ളൂ എന്നും കൂടെ അതിനർത്ഥമുണ്ട്. ആ 100-ൽ ഒരാൾ നമ്മളാവുമോ എന്നറിയില്ല. എങ്കിലും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, IPO. ഓക്കെ, അത് സിഗ്നലിൻ്റെ ഒരു ഇഷ്യൂ. ഓക്കെ, മമത മെഷീനറി ലിമിറ്റഡ്. ഓക്കെ, അപ്ലൈ കൊടുത്തു. ഒരു ലോട്ടിന് 243 ബിഡ് പ്രൈസ്. അത് ബൈ ഡിഫോൾട്ട് അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, UPI വഴിയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൊടുത്തു. ടോട്ടൽ പേയബിൾ എമൗണ്ട്, അപ്ലൈ ഫോർ IPO. ഓക്കെ, ആപ്ലിക്കേഷൻ റിസീവ്, നമ്മളത് കൊടുത്തു. ആപ്ലിക്കേഷൻ റിസീവ് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ്. IPO ആപ്ലിക്കേഷൻ റിസീവ്. യു വിൽ റിസീവ് ദ പേയ്മെൻറ്റ് മാൻഡേറ്റ് ഓൺ ദ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ. അതായത് നമ്മൾക്കത് ലഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ട്രേഡിംഗ് ഡേയിൽ അത് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നതിന് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മളുടെ, ഞാനിപ്പോൾ കൊടുത്ത പോലെ, ഇപ്പം ഞാൻ ഗൂഗിൾ പേയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ആപ്പിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഇന്നതുപോലെ ഒരു IPOയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് ഇത്രയാണ്, അപ്പോൾ നമ്മളത് അപ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് അത് അപ്രൂവ് ചെയ്താൽ അത്രയും എമൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ്. അത്രയും എമൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അത് ഡെബിറ്റായി പോകുന്നില്ല, അത് ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പം ലിസ്റ്റിംഗ് ഡേയിൽ നമ്മൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മണി ഡെബിറ്റ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അൺബ്ലോക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ ബാങ്ക് അത് അൺബ്ലോക്ക് ചെയ്യും. അപ്പോൾ തിരിച്ച് ആ എമൗണ്ട് വരും. അപ്പോൾ മിക്കപ്പോഴും ആ എമൗണ്ട് തിരിച്ചു വരുമ്പം നമ്മളുടെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ, GPayയിൽ അതിനകത്ത് ട്രാൻസാക്ഷനിൽ നോക്കിയാൽ അത് കാണില്ല. ഇപ്പം എൻ്റെത് GPay ആയതുകൊണ്ടാണ്. നിങ്ങൾ വേറെ ഏതാണോ ആപ്ലിക്കേഷൻ ഏത് UPI വഴിയാണോ പേ ചെയ്തത് അതിൽ വരും.
അതിലായിരിക്കും മാൻഡേറ്റ് വരുന്നത്. അതിലാണ് നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. അപ്പോൾ പൈസ അഥവാ നിങ്ങൾക്ക് IPO കിട്ടിയില്ലെങ്കിൽ പൈസ അൺബ്ലോക്ക് ചെയ്യും. അത് 3-4 ദിവസം എടുക്കും. യൂഷ്വലി 3-4 ചിലപ്പോൾ 7 ദിവസം വരെ എടുത്തേക്കാം. ആ ഒരു അൺബ്ലോക്ക് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷനിൽ കാണിക്കില്ല UPI ആപ്പിൻ്റെ. അത് മിക്കപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയാൽ മാത്രമേ ആ എമൗണ്ട് അൺബ്ലോക്ക് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ട ഷോർട്ട് ടൈം വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.